പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് ദൈവ പിന്നെയും ആമേൻ ആകാശത്തിൽ കിളിവാതിൽ അനുഗ്രഹിക്കുന്ന ദൈവം പിന്നെ നമ്മെ അനുഗ്രഹിക്കുകയും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങൾ ഒരുക്കുകയും ചെയ്യും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിൽ 63-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവനെ ആശ്രയിക്കുവാൻ, അവന് അടുത്ത് ചെല്ലുവാൻ പ്രൈസ് ഗോഡ് ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവദാസ സങ്കീർത്തനമാണ് ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പ്രൈസ് ഗോഡ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതം ആരംഭിച്ചതും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തുടർന്നതും അവസാനിച്ചതും നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് കൂടുതൽ ഈ ദാവീദിൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അടുക്കുവാനും ഇടയായിത്തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ച മിശിഹായുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പിൽക്കാലത്ത് ദാവീദിന് ശേഷം ഇന്ന് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 1-ാം വാക്യം, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഇതിന്റെ തലക്കെട്ട് പറയുന്നത് ഈ സങ്കീർത്തനം ദാവീദ് മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് ചമച്ചെന്നാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദാവീദ് 2 പ്രാവശ്യം മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയതായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആടുകളെ മേയ്ക്കുമ്പോഴല്ല ഞാൻ പറഞ്ഞത്, ആളുകളെ മേയ്ക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതികൂലങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമുണ്ടായി. പ്രൈസ് ഗോഡ്. ആടുകളെ മേയ്ക്കുമ്പോൾ പ്രതികൂലം ഉണ്ടായിരുന്നു. അത് കാട്ടിലെ മൃഗങ്ങൾ, സിംഹം, പുലി, കരടി, ഇതിൽ നിന്നുള്ള പ്രതികൂലങ്ങളായിരുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദാവീദ് ഇടയനായിട്ട് നടക്കുമ്പോൾ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പുലി വന്നാലും കരടി വന്നാലും ആദ്യം വരുന്നത് ദാവീദിൻ്റെ നേരെയല്ല. പ്രൈസ് ഗോഡ്. ഇടയനായിട്ട് നടക്കുമ്പോൾ പുലിയും കരടിയും വരുന്നത് ആടുകളുടെ നേരെയാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ ഇടയൻ്റെ ജോലി ആടുകളുടെ നേരെ വരുന്ന വന്യമൃഗങ്ങളെ അട്ടിപ്പായിച്ച് ആടുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആടുകളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഈ വന്യമൃഗങ്ങളുമായിട്ട് ദാവീദിന് എതിരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു സാധാരണ സംഭവമായിരുന്നു. ശൗലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദ് പറയുന്നത് നമുക്കറിയാം. ഒരിക്കൽ ഒരു കരടിയും പിന്നീട് ഒരിക്കൽ ഒരു സിംഹവും പ്രൈസ് ഗോഡ് കാട്ടിൽ നിന്ന് വന്ന് ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചു. അപ്പോൾ ഞാനതിനെ പിന്തുടർന്നു ചെന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അന്നേരം അതിൻ്റെ വായിൽ നിന്ന് ഞാനതിനെ വിടിവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇപ്പം ദാവീദിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ സ്വന്തം ജീവനെതിരായി വന്ന പ്രശ്നമല്ല. ദാവീദിനെ നേരെ സിംഹം വന്നില്ല, ദാവീദിന്റെ നേരെ കരടി വന്നില്ല. കരടി വന്നത് ആട്ടിൻകൂട്ടത്തിൻ്റെ നേരെയാണ്, ഒരു ആട്ടിൻകുട്ടിയുടെ നേരെയാണ്. പിടിച്ചത് ആട്ടിൻകുട്ടിയെയാണ്. ദാവീദിനെ ഒന്നും ചെയ്തില്ല. വേണമെങ്കിൽ ദാവീദിന് ഒരാട് പോയാലും പോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാം. പക്ഷേ
ദാവീദ് പ്രൈസ് ഗോഡ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം നിമിത്തം പുറകെ ചെന്നു. എന്നിട്ട് ഹല്ലേലൂയ അതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ദാവീദിന്റെ നേരെ സിംഹം വന്നുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഈ ആടുകളെ കുറിച്ച് ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഇടയന്മാർക്ക് സുഖവഴിയാണ്. ഇത്രയും സുഖമുള്ള ജോലി വേറെയില്ല. ആവശ്യത്തിന് പാല് കിട്ടും, ആവശ്യത്തിന് മാംസം കിട്ടും, പ്രൈസ് ഗോഡ്, ദശാംശം കിട്ടും, വഴിപാട് കിട്ടും, സ്വമേധാദാനം കിട്ടും, തരിമാവ് കിട്ടും, തേൻ കിട്ടും, എണ്ണ കിട്ടും, ദോശ കിട്ടും, വട കിട്ടും. സാമ്പാറുണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവൻ അപകടത്തിലാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഒരാട്ടിൻകുട്ടി ആക്രമിക്കപ്പെടുമ്പോഴാണ്. അന്നേരം എൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഇടയൻ രക്ഷപ്പെടും, ഇടയനൊരു കുഴപ്പവുമില്ല. പക്ഷേ ആട്ടിൻകൂട്ടത്തിൽ ഒന്ന് തീർന്നു പോകും. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും നഷ്ടമാകരുതെന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരിടയന് എന്നും പ്രൈസ് ഗോഡ് ത്രെട്ടുണ്ട്, ചലഞ്ചുണ്ട്, അപകടമുണ്ട്, ജീവൻ പോലും അപകടത്തിലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ആടുകളെ മേയ്ക്കുന്ന കാലയളവ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പലപ്പോഴും ദാവീദ് അപകടത്തിൽപ്പെട്ടത് ഓപ്ഷണലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനഃപൂർവം ചെന്ന് അപകടത്തെ ഏറ്റുവാങ്ങിയതാണ്. വേണമെങ്കിൽ പ്രൈസ് ഒഴിവാകാമായിരുന്നു. ആടുകളെ കുറിച്ച് ചിന്തയില്ലാത്ത ഇടയന്മാർക്ക് ഒരു സുഖമായ ശുശ്രൂഷയാണ്, ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ആട് ചത്താൽ തന്നെ, ആട് ജീവിച്ചാൽ തന്നെ, ആടിനെ കൊണ്ടുപോയാൽ തന്നെ, ആടിനെ കൊന്നാലെന്ന ഒരു വിഷയവുമല്ല. എന്നാൽ ഇന്നാളുകൾ ദൈവം നോക്കുന്നത് ആടുകളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഇടയന്മാരെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ചിലർ ചിന്തിക്കും, എനിക്കെന്നാ ഉത്തരവാദം? ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ആത്മാക്കളെ കുറിച്ചുള്ള ഉത്തരവാദം ഓരോ കുടുംബത്തിനും അതിൻ്റെ അപ്പുറത്ത് സഭാതലത്തിലും ഉണ്ടെന്നുള്ളത് മറക്കരുത്. ഒരു കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആത്മീയമായ ഉത്തരവാദിത്വം അതിൻ്റെ ശ്രേണി അനുസരിച്ച്, അധികാര ശ്രേണി അനുസരിച്ച് നമ്മുടെ ചുമലിലുണ്ടെന്ന് മറക്കരുത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടെ തെളിച്ച് പറയാം. ഒരു കുടുംബത്തിൻ്റെ ആത്മീക നിലവാരം ആ കുടുംബത്തിൻ്റെ നായകനിൽ നിക്ഷിപ്തമായിരിക്കുന്നു, ചുമതല. പ്രൈസ് ഗോഡ്. കുറച്ച് ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, കുടുംബ പ്രാർത്ഥന കട്ട്ഷോട്ട് ചെയ്യുന്ന കുടുംബങ്ങൾ എന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ആ കുടുംബത്തിൻ്റെ നായകൻ നിഷ്കർഷിച്ചു പറയണം, ഇന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇവിടെ ആർക്കും ഉത്തരവാദിത്വം? കുടുംബത്തിന് നായകനാണ്. ഇനി നായകൻ അല്പം മടി കാണിച്ചാലും നായികയ്ക്കുണ്ട്. കൂട്ടുത്തരവാദിത്വമാണ്. കുടുംബജീവിതത്തിൽ കൂട്ടുത്തരവാദിത്വമാണ്. ഭർത്താവ്, കുടുംബനായകൻ പ്രാർത്ഥനയ്ക്ക് മടി കാണിച്ചാൽ, പ്രാർത്ഥന നടക്കാതിരുന്നാൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഇതിന്റെ റിസൾട്ട് എവിടെ ചെന്ന് നിൽക്കുന്നറിയാമോ? തലമുറയിൽ. അവർക്കൊരു കുടുംബമുണ്ടാകുമ്പോൾ അവർ പ്രാർത്ഥിക്കത്തില്ല. വല്ലപ്പോഴും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം തോന്നത്തില്ല. കാരണം അവർ വളർന്ന കുടുംബത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരിക്കണം, കുടുംബ പ്രാർത്ഥന നടത്തണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു പിതാവിനെ അവർ കണ്ടില്ല. ഇടയന് മാത്രമല്ല ഉത്തരവാദിത്വം ആത്മാക്കളെ കുറിച്ച്. കുടുംബത്തിലെ, എൻ്റെ വീട്ടിലെ ആത്മാക്കളെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രാഥമികമായി എൻ്റെ ഉത്തരവാദിത്വത്തിൽ നടന്നില്ലെങ്കിൽ അത് ഗ്രേസി ഏറ്റെടുക്കണം. ചിലപ്പോൾ മാനുഷികമായിട്ടുള്ള പല പല ബന്ധപ്പാടുകളുടെ മധ്യേ, പ്രൈസ് ഗോഡ്, ഭർത്താവ് ജോലിക്ക് പോയി, ഷിഫ്റ്റാണ്, രാത്രി ഷിഫ്റ്റാണ്, വീട്ടിലില്ല.
ആ സ്ഥാനം ഭാര്യ ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. ഭാര്യയും ഭർത്താവും അതുപോലെ വിഷയം ഏറ്റെടുത്താൽ ഒരു ദിവസം അവര് വീട്ടിലില്ലെങ്കിലും മക്കൾ പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന മക്കൾ നടത്തും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മൾ ഉത്തരവാദിത്വം ഇടയനെന്ന് പറയുമ്പോൾ പാസ്റ്റർക്ക് മാത്രമാണെന്ന് വിചാരിക്കല്ലേ. 2, ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ്. നിങ്ങളുടെ കൈക്കീഴെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളിലെ ഓരോ വ്യക്തിയും ഓരോ ആടുകളായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഹൗസ് ചർച്ചിലെ ഒരു കുടുംബത്തിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ എനിക്കെൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കത്തില്ല. ഞാൻ പോയി അന്വേഷിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ഹൗസ് ചർച്ചുകൾ തോറും കയറി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടയൻ എങ്ങനെ ആടുകളെ പരിപാലിക്കുന്നതോ പോലെ അതുപോലെ ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ് അവരുടെ കീഴിലുള്ള ഹൗസ് ചർച്ച് മെമ്പേഴ്സിനെ പരിപാലിക്കണം. ഹൗസ് ചർച്ചിൽ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഹൗസ് ചർച്ചിനെ മുഴുവൻ പ്രോബ്ലമായിട്ട് എടുക്കണം. ഹൗസ് ചർച്ചിൽ ഒരു കുഞ്ഞിന് പരീക്ഷയുണ്ടെങ്കിൽ ഹൗസ് ചർച്ച് പാസ്റ്റർ ഹൗസ് ചർച്ചിൽ കൂടുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ. ആകെ 4-5 കുടുംബങ്ങളെ ഉള്ളൂ, അല്ലെങ്കിൽ 10 കുടുംബമേ ഉള്ളൂ. ആ വീട്ടിൽ ചെന്ന് ഹൗസ് ചർച്ച് പാസ്റ്ററും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ ചെല്ലണം. ഹൗസ് ചർച്ചിൽ ഒരാൾ ആസ്പത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ആസ്പത്രിയിൽ സീനിയർ പാസ്റ്റർക്കോ ഏരിയ പാസ്റ്റർക്കോ സോണൽ പാസ്റ്റർക്കോ പോകാൻ പറ്റിയില്ലെങ്കിലും ഹൗസ് ചർച്ച് പാസ്റ്റർ തീർച്ചയായും പോയിരിക്കണം. പ്രൈസ് ഗോഡ്. ഹൗസ് ചർച്ചുകൾ നടക്കുമ്പോൾ ഒരാടിനെ കണ്ടില്ലെങ്കിൽ ഹൗസ് ചർച്ച് കഴിയുമ്പം വിളിച്ച് ചോദിക്കണം, എവിടാ സഹോദര, ജീവനോടെ ഉണ്ടോ? കാരണം ജീവനുണ്ടെങ്കിൽ വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ജീവനുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന മുടക്കത്തില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു. എന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്നെങ്കിൽ, പ്രശ്നത്തിലാണെങ്കിൽ, അന്ന് ഹൗസ് ചർച്ചിൽ എല്ലാവരും പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കണം. അവൻ അടുത്ത പ്രാവശ്യം വരും. പ്രൈസ് ഗോഡ്. ഒരു സഹോദരന് സുഖമില്ലെന്നറിഞ്ഞാൽ, ഹൗസ് ചർച്ചിൽ ഒരു സഹോദരന് സുഖമില്ലെന്നറിഞ്ഞാൽ ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ് എല്ലാം കൂടെ പ്രാർത്ഥിച്ചേച്ചും അങ്ങ് പോവുകയല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് പെന്തിക്കോസുകാരന്. പ്രാർത്ഥിച്ചൊന്ന് ആരറിഞ്ഞു? ഹൗസ് ചർച്ച് കഴിഞ്ഞ ശേഷം ആ ഹൗസ് ചർച്ചിൽ സംബന്ധിച്ച ഒരു വ്യക്തിയെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന സഹോദരന്റെ വീട് വഴി ഒന്ന് കയറിപ്പോകാൻ പ്രൈസ് ഗോഡ് ഉത്സാഹിപ്പിക്കണം. ഹൗസ് ചർച്ച് പാസ്റ്റർക്കൊന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സഹോദരന് വിടണം. ആ സഹോദരൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് റിപ്പോർട്ട് ചെയ്യണം. പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും ഹൗസ് ചർച്ച് പാസ്റ്റർ ചെല്ലണം. ഹൗസ് ചർച്ച് മെമ്പേഴ്സ് ആ വീട് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്കൊക്കെ വേണ്ടിയാണ് ഈ ഹൗസ് ചർച്ച് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് പരിശീലനം ലഭിക്കണം. സ്വന്തമായി സങ്കീർത്തനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രൈസ് ഗോഡ്, പ്രസംഗിക്കാൻ, അതും ഇതിൻ്റെ ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഹൗസ് ചർച്ചിലുള്ള വ്യക്തികളെ സങ്കീർത്തനം വായിപ്പിക്കാൻ, പ്രാർത്ഥിപ്പിക്കാൻ ആര് പഠിപ്പിക്കണം? ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ് പഠിപ്പിക്കണം. ഞാൻ ഞായറാഴ്ച രാവിലെ വിളിച്ചിട്ട് സങ്കീർത്തനം വായിക്കാമെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് പ്രൈസ് ഗോഡ് അടുത്ത ആഴ്ച. എന്നുവെച്ചാൽ ഒരാഴ്ച കാണാൻ പഠിക്കാനാണോ? സങ്കീർത്തനം എന്നേ പറയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സിൻ്റെ ചുമതലയിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, പ്രസംഗിക്കാൻ, വായിക്കാൻ, ഇത് പഠിപ്പിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സിന് ആടുകളെ കുറിച്ച് ഉത്തരവാദമില്ലെങ്കിൽ സുഖമാ ജോലി. എവിടെ നിങ്ങൾ ഓടിക്കേറി വന്നേച്ചും ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ചും എല്ലാവരും കയ്യൊക്കെ കുറച്ച് നേരം കൈ വീശി ആരാധിച്ച് പാട്ടും പാടി പിരിഞ്ഞു പോകാം. ഹൗസ് ചർച്ച് പാസ്റ്റർക്ക് എന്നാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഹൗസ് ചർച്ച് പാസ്റ്റർക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ആടുകളെ കുറിച്ചുള്ളൊരു ഭാരമുണ്ടെങ്കിൽ 24 മണിക്കൂറും ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും സാധിക്കും. അതിനാണ് ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സിനെ ചുമതല ഏൽപ്പിച്ചത്.
നടക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഹൗസ് ചർച്ച് പാസ്റ്റർ ചുമതല നിർവഹിക്കത്തക്കവണ്ണം ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിൽ നിന്നും സപ്പോർട്ട് കൊടുക്കണം. ഭാര്യമാർ സപ്പോർട്ട് കൊടുക്കണം. താൻ ഏറ്റ ശുശ്രൂഷ ചെറുതായാലും വലുതായാലും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ചർച്ചിൽ ഒരു ഹൗസ് ചർച്ചിലുള്ള അത്രയും ആളുകളെ ഈ എറണാകുളത്ത് പല സഭയിലും വിശ്വാസികളായിട്ട് ഒരു സഭയ്ക്ക് എത്തുള്ളൂ. ഹൗസ് ചർച്ച് ചെറുതാണ്, അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം എന്ന് ചിന്തിക്കല്ലേ. ഒരു മൊത്തം സഭയെടുത്താൽ അത്രയും ആളുകളെ പലതിലും ഉള്ളൂ, പല സഭയിലും ഇവിടെ ഉള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെറുതല്ല, ഒരു സഭയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏരിയ പാസ്റ്റേഴ്സ്, ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇല്ലെങ്കിൽ അവരെ ഉത്സാഹിപ്പിക്കാനുള്ള ചുമതലയുണ്ട്. പലപ്പോഴും ഏരിയ പാസ്റ്റേഴ്സ് ഒക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ചെന്ന് പ്രസംഗിച്ചിട്ട് പോരുന്നതാണ് ഡ്യൂട്ടി. അല്ല, പ്രസംഗം കേൾക്കാൻ ഇപ്പം വലിയ നിങ്ങളൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടി വിയോ മതി. കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പ്രസംഗം കിട്ടും, ഇഷ്ടമുള്ള പ്രസംഗികൻ്റെ കിട്ടും, ഇഷ്ടമുള്ള സബ്ജക്റ്റിൻ്റെ കിട്ടും. നിങ്ങളെ കേൾക്കേണ്ട കാര്യമില്ല. ടി വിയിൽ ചാനലുകളിൽ നല്ല പ്രസംഗങ്ങൾ കിട്ടും. ഇവിടുത്തെ ഏരിയ പാസ്റ്റേഴ്സിൻ്റെ പ്രസംഗവും സോണൽ പാസ്റ്ററിൻ്റെ പ്രസംഗവും സീനിയർ പാസ്റ്ററിൻ്റെ പ്രസംഗവും ഒന്നും അതിൻ്റെ അടുത്ത് എത്തത്തില്ല ചിലപ്പോൾ. ഇപ്പം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രസംഗിക്കാനല്ല, പരിപാലിക്കാനാണ്. പരിപാലന വരം ഇല്ലെങ്കിൽ ചോദിച്ച് മേടിക്കണം ദൈവത്തോട്. അതിന് സമയം കണ്ടെത്തണം, പെട്രോൾ കത്തിക്കണം, പോകണം, വിസിറ്റ് ചെയ്യണം, ആശ്വസിപ്പിക്കണം, പ്രാർത്ഥിക്കണം. ചിലപ്പോൾ വിശ്വാസികളുടെ ഭവനത്തിൽ ചെന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. പലപ്പോഴും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ആകപ്പാട് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിലം ചവിട്ടി പൊട്ടിച്ച് പ്രസംഗിക്കുക. അതല്ലാത്ത പോലെ ശുശ്രൂഷ അറിയാമോ? വല്ലതും ഉണ്ടോ? ഇനി ശുശ്രൂഷിക്കണമെങ്കിലോ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് പായിട്ട് കസേരയിട്ട് ഇരുത്തി കൊടുക്കണം. ഒരാളെ കൊണ്ടുവന്നിരുത്താൻ അറിയത്തില്ല. അതല്ല ശുശ്രൂഷ. ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് പ്രസംഗം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു ശുശ്രൂഷകനുണ്ടാകണം. ദാവീദിൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ ദാവീദ് പുലിയും കരടിയും വരുമ്പോൾ ഓടിപ്പോയേച്ചാൽ മതി, സിംഹം വരുമ്പോൾ ഓടിപ്പോയേച്ചാൽ മതി, ഒന്നും പറ്റത്തില്ല. സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി, കൂടെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഉത്തരവാദം എടുക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. അല്ലാത്തത് തുമ്പുകെട്ട ഇടയന്മാരുടെ കൂട്ടത്തിൽപ്പെടും. അതുപോലെ ഹൗസ് ചർച്ചിലായാലും സോണിലായാലും ഏരിയ മീറ്റിംഗിലായാലും യൂണിറ്റി മീറ്റിംഗിലായാലും സഭയുടെ പഠിപ്പിക്കലുകൾക്ക് അനുസരണമായി പഠിപ്പിക്കാനാണ് ഓരോരുത്തരാക്കിയേക്കുന്നത്. സഭ പഠിപ്പിക്കുന്നതിന് എതിരായി പഠിപ്പിക്കാനല്ല. ഒരു സഭയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ സഭ സ്ഥാപിച്ചതിൻ്റെ പുറകിൽ ഉദ്ദേശമുണ്ട്. അതിന് ചില മർമ്മങ്ങളുണ്ട്. അത് മനസ്സിലാകത്തില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ദൈവസന്നിധി മനസ്സിലാക്കണം. ഉത്തരവാദമുണ്ട് നമുക്ക്. ആളുകളെ കൺഫ്യൂഷനിലാക്കാനല്ല പ്രസംഗം. എൻ്റെ ആശയം അടിച്ചേൽപ്പിക്കാനല്ല പ്രസംഗം. നമ്മുടെ സഭയിലൊരു ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൽ നിന്ന് പ്രസംഗിക്കാൻ എല്ലാവരും പഠിച്ച് തയ്യാറാകണം. ഇടയൻ്റെ ജോലി ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഇടയന് പ്രൈസ് ഗോഡ് മഹാ ഇടയനോടുണ്ട്, കർത്താവിനോടുണ്ട്. പ്രൈസ് ഗോഡ്. സീനിയർ പാസ്റ്ററോടുണ്ട്, സോണൽ പാസ്റ്ററോടുണ്ട്, ഏരിയ പാസ്റ്ററോടുണ്ട്, ഹൗസ് ചർച്ച് പാസ്റ്ററോടുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിൽക്കുമ്പോൾ സഭ ഒറ്റക്കെട്ടായി നിന്ന് അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഒരു സഭയ്ക്കൊരു ദൂതുണ്ട്. ആ ദൂത് ഏറ്റുപറയാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരാകും. ദൈവത്തിൻ്റെ വചനം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് പണിയുന്ന വചനമാണ്. ഹൃദയങ്ങളെ പണിയണം, ജീവിതങ്ങളെ പണിയണം, കുടുംബങ്ങളെ പണിയണം, പാപികളെ
ആശ്വസിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. അവനോട് ദൈവസ്നേഹം എന്തെന്ന് പറഞ്ഞു കൊടുത്ത് അവനെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്, ശുശ്രൂഷകന്മാർക്കാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒപ്പം മറ്റൊരു കാര്യം, അങ്ങനെ നമ്മൾ ദൈവത്തിന് ഇത് ശുശ്രൂഷിക്കുമ്പോൾ അതിനാണ് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സ് തൊട്ട് സീനിയർ പാസ്റ്റർ വരെയുള്ളവർക്ക് ആടുകളുടെ വെൽഫെയർ, ആടുകളുടെ നന്മ, അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതായിരിക്കണം. ആത്മീയം സൈഡ് ബിസിനസ് അല്ല, ശുശ്രൂഷ സൈഡ് ബിസിനസ് അല്ല, മെയിൻ ബിസിനസ് ആണ്. പ്രൈസ് ഗോഡ്. ജോലിയും ഒക്കെ സൈഡാണ്. ശരിയായ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷയാണ്. പ്രൈസ് ഗോഡ്. അതിന് വീട്ടിലിരുന്നാലും അധ്വാനമാണ്. ഓരോ വ്യക്തികളെക്കുറിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ വേദന. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നവൻ അതിൻ്റെ വേദന അറിയാൻ സാധിക്കും. കാരണം പ്രൈസ് ഗോഡ്, ദാവീദ് പറഞ്ഞു, അടിയൻ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹങ്ങളിലൊന്ന്, കരടിയിലൊന്ന് ഇറങ്ങി വന്ന് ആട്ടിൻകൂട്ടത്തെ പിടിച്ചു. ആട്ടിൻകൂട്ടത്തെ ഒന്നിനെ പിടിച്ചു. ജീവൻ റിസ്ക് ചെയ്ത് ദാവീദ് പുറകെ ഓടി. സഭയിലുള്ള ഒരു കുടുംബത്തെ പിശാച് നോട്ടമിടുമ്പോൾ, ഒരംഗത്തെ പിശാച് വിഴുങ്ങാൻ വേണ്ടി പിടിക്കുമ്പോൾ അതിൽ നിന്ന് വിടിവിച്ചെടുക്കണമെങ്കിൽ പ്രൈസ് ഗോഡ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന്റെ ചങ്ക് വേദന എടുക്കും. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നൊരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാലോ കുഴപ്പം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ശുശ്രൂഷകന്മാർ അവരുടെ ഉത്തരവാദിത്വം എടുക്കണം. ദാവീദിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ദാവീദ് ആടിനെ മേച്ചുകൊണ്ട് കിട്ടിക്കുന്ന കാലത്ത് മരുഭൂമിയിലായിരുന്നു. പക്ഷെ ആ കാലത്ത് ദാവീദ് കഷ്ടങ്ങൾ ഏറ്റെടുത്തത് ഓപ്ഷണലായിരുന്നു, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആടുകളെ പ്രതി അവൻ കഷ്ടം ഏറ്റെടുത്തു. മരണത്തെ വെല്ലുവിളിക്കത്തക്കവണ്ണം മുഖാമുഖമായി കണ്ടു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ സിംഹത്തെ താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നുകളയുവാൻ സാധിച്ചതുപോലെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവവൈദ്യരെ, ആത്മാർത്ഥമായി ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവവൈദ്യരെ, നീ നിന്റെ സഭയിലെ ഒരു അംഗത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ സിംഹം നിന്റെ നേരെ വന്നാൽ, പാമ്പൻ കരടി നിന്റെ നേരെ വന്നാൽ, നിന്റെ കരങ്ങൾക്ക് ശക്തി തന്ന് ആ കരടിയെ കൈകാര്യം ചെയ്യുവാൻ, ആ സിംഹത്തെ കൈകാര്യം ചെയ്യുവാൻ നിന്റെ കരങ്ങൾക്ക് ശക്തി തന്ന് നിന്നെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന, നിന്റെ കരങ്ങളെ പോരിനായി അഭ്യസിപ്പിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. ആമേൻ. ചിലർ ചോദിക്കാറുണ്ട്, ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച പോരാട്ടം അടിക്കുകയല്ലേ? അടിക്കും, പോരാട്ടം അടിക്കും. ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോരാട്ടം അടിക്കും, നമ്മുടെ നേരെ വരും. പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്, വാഹനങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ അവരെ അനുഭവിച്ചിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ ശത്രു നിന്റെ നേരെ വരും. അത് നിന്നെ പിടിക്കാൻ നോക്കും, മാന്താൻ നോക്കും, തകർക്കാൻ നോക്കും. എന്നാൽ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ ശക്തി നിന്റെ മേൽ പകർന്നു തന്ന് നീ തകർന്നു പോകാതെ, തളർന്നു പോകാതെ നിന്നെ കാക്കാൻ ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശത്രു വിട്ടിരിക്കുന്ന സകല നോട്ടങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. ഈ നാളിൽ കർത്താവേ, ദാവീദിന്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജനത്തിന്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ പകരണമേ. പ്രൈസ് ഗോഡ്. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആർത്തു വിളിക്കുമ്പോൾ, നീ ബന്ധിക്കപ്പെട്ടവനായിരിക്കുന്നത് കണ്ടിട്ട് ആർത്തു വിളിക്കുമ്പോൾ, ശിംശോനെ നീ ഭാരപ്പെടണ്ട. ചിലപ്പോൾ ഹല്ലേലൂയ നിന്റെ കൂടെ നടക്കുന്നവർ, നിന്റെ സ്വന്തം സഹോദരങ്ങൾ 2 കയർ, ഒന്നല്ല 2 കയറ് കൊണ്ടുവന്ന് കൈയും കാലും വരിഞ്ഞു കെട്ടിയാലും
ശിംശോനെ നീ ഭാരപ്പെടേണ്ട, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആർപ്പ് വിളിച്ചാലും എത്ര ആർപ്പ് വിളിച്ചാലും അതൊന്നും നിന്റെ വിഷയമല്ല. അതിനേക്കാൾ ശക്തിയോടെ നിന്റെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടല്ലോ, അത് നിന്റെ മേലുള്ള ബന്ധനങ്ങളെ അറുത്ത് കളയാൻ തക്കവണ്ണം മതിയായതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉടബല ഖദുരാ ജബനക രഗദ അർത്തരാ ജബനെ രഗദക ജഗര ക്ഷന്തൽ ബൗഡേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ഉറപ്പെന്നറിയാമോ? ആര് എന്തുകൊണ്ട് കെട്ടിയാലും പുത്തൻ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയാലും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉപയോഗിക്കാത്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച്, പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് നിന്റെ കയ്യും കാലും വരിഞ്ഞു കെട്ടിയാലും അതിനെയും പൊട്ടിപ്പിക്കുന്ന, അതിനെയും പൊട്ടിമാറാകുന്ന, അതിനെയും ജീർണിപ്പിക്കുന്ന ദൈവശക്തിയുണ്ട്. ഉദരബലകരക ജഗന ദുലബല ഹത്തല ബൗഡേ അന്താ രഗത ശബ്ദ രൗഡേ. ആമേൻ. അക്കൗണ്ടബിലിറ്റി വരുമ്പം ദൈവത്തോട് മാത്രമല്ല, ജനത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പ്രൈസ് ഗോഡ്, ശിംശോന്റെ മേൽ പകർന്നത്, ദാവീദിന്റെ മേൽ പകർന്നത് ആത്യന്തികമായി എന്തിനാണെന്നറിയാമോ? അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറവേറ്റാൻ. കടമയില്ലാത്ത ചുമതലയും ചുമതലയില്ലാത്ത കടമയും ശരിയല്ല. കടമയുണ്ട്, ചുമതലയുണ്ട്, അത് രണ്ടും ഉണ്ടാകണം. അതോടൊപ്പം അധികാരവും ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. അധികാരത്തിൻ്റെ പുറകിൽ കടമയുണ്ട്, കടമയുടെ പുറകിൽ അധികാരമുണ്ട്, ചുമതലയുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു ചുമതലയും എടുക്കാതെ ഹല്ലേലൂയ നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ച ചുമതലകളുണ്ട്. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ച് അത് ചെയ്യുന്നത് തക്കവണ്ണം നമ്മെ ഭരിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ആരാധനയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എത്ര പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? പ്രൈസ് ഗോഡ്. നാളുകളിൽ ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ്. ഇപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നൊരു സമയമുണ്ട്. രണ്ടാമത് ദാവീദ് മരുഭൂമിയിൽ പോയ സമയമെന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ശൗലിനെ ഭയപ്പെട്ട് ഓടി നടന്ന കാലം. എൻഗദി മരുഭൂമിയിലും അതുല്ലാം ഗുഹയിലും നടന്ന സമയം. പ്രൈസ് ഗോഡ്. ശൗല് ദാവീദിനെ കൊന്നുകളയുവാൻ, മുടിച്ചു കളയുവാൻ ശ്രമിച്ച സമയങ്ങൾ വിടുവിച്ചില്ലേ? ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ദാവീദിനെ വളഞ്ഞു പിടിക്കാൻ അടുത്തു. പക്ഷെ തക്ക സമയത്ത് ശൗലിനൊരു ന്യൂസ് കിട്ടി, ശത്രുക്കൾ ആക്രമിച്ചിരിക്കുന്നു. ദാവീദിനെ വിട്ടിട്ട് പുറകെ പോയി. നിന്നെയും എന്നെയും സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉള്ളിടത്തോളം കാലം ആര് വളഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും, എന്തെല്ലാം ശ്രമിച്ചാലും, ഹല്ലേലൂയ, നിനക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് ധൈര്യമായി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാം. മൂന്നാമത് ദാവീദ് പെട്ട സമയം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ, അബ്ശാലോമിനെ ഭയന്ന് ഓടിപ്പോകുമ്പോൾ മരുഭൂമിയിൽപ്പെട്ട അടുത്ത സമയം. അതിൽ ഈ മൂന്നാമത്തെ പ്രാവശ്യത്തെ യാത്രയിലാണ് ഈ സങ്കീർത്തനം ചമച്ചത്. പ്രൈസ് ഗോഡ്. കാരണം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രാജാവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത്. സങ്കീർത്തനം 11-ാം വാക്യം. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം. രാജാവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത്. ദാവീദ് കാട്ടിൽ ആടുകളെ മേയ്ക്കുമ്പോൾ രാജാവല്ല. ശൗലിനെ ഭയന്ന് ഓടുമ്പോഴും രാജാവല്ല. എന്നാൽ അബ്ശാലോമിനെ ഭയന്ന് ഓടുമ്പോൾ അവൻ രാജാവാണ്. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം കൂടെ പറയാം. ആട്ടിടയനായിരിക്കുമ്പോഴും പ്രൈസ് ഗോഡ്, പാട്ടുകാരനായിരിക്കുമ്പോഴും പ്രൈസ് ഗോഡ്, രാജാവായിരിക്കുമ്പോഴും
നിന്നെ മരുഭൂമിയിലേക്ക് ഓടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, ഏത് കാരണത്തെ ചൊല്ലിയായാലും നീ മരുഭൂമിയിൽപ്പെട്ടാൽ, മരുഭൂമിയിലായിരുന്നാൽ അവിടെ നിന്റെ കൂടെ, നിന്നെ കൈവിടാതെ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ദാവീദിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ഏത് അനുഭവങ്ങളും കടന്നു പോകേണ്ടി വന്നാലും ഈ ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒറ്റയ്ക്കല്ല. You are not alone. You are not alone. You are not alone. The mighty hand of God is with you. ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങൾ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ധൈര്യപ്പെട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് ബന്ധനങ്ങൾ ഇതാ പൊട്ടി മാറുന്നു, കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. ശത്രുവിനെ തകർക്കത്തക്കവണ്ണം പച്ചയുടെ കഴുതയുടെ പച്ച താടിയല്ല നിന്റെ കയ്യിൽ തന്ന് ശത്രുവിനെ കുന്നിരണ്ടെന്ന് അടിച്ചു പൂട്ടുവാൻ തക്കവണ്ണം ദൈവകൃപ നിനക്കുണ്ട്. ശിംശോന്റെ ഭാഗം പഠിക്കുമ്പം എന്നെ അത് ഒത്തിരി ധൈര്യപ്പെടുത്തിയുള്ള ഭാഗമാണ്. കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി, പ്രൈസ് ഗോഡ്, ഇട്ടുകൊടുത്ത് എങ്ങോട്ട്? ശത്രുക്കളുടെ മുമ്പിലേക്ക്, ഫെലിസ്ത്യരുടെ മുമ്പിലേക്ക്. ഫെലിസ്ത്യന്മാരെല്ലാവരും കൂടെ ആർക്കുകയാണ്. ശിംശോനെ അവർക്ക് കയ്യിൽ കിട്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, പ്രൈസ് ഗോഡ്, ഫെലിസ്ത്യർക്ക് മുഴുവൻ ആയുധങ്ങളുണ്ട്, അവരൊക്കെ ആയുധധാരികളാണ്. പാവപ്പെട്ട ശിംശോൻ, അവൻ ആയുധമില്ല, അവൻ്റെ കൈ കെട്ടിയിരിക്കുകയുമാണ്, ഒന്നും കയ്യിലില്ല. പക്ഷേ കയ്യിലൊന്നുമില്ലാതിരിക്കെ, പ്രൈസ് ഗോഡ്, ഏത് കയ്യില്? കെട്ടപ്പെട്ട കയ്യില് ഒന്നുമില്ലാതിരിക്കെ ആ കൈ കെട്ടിയ ചണനൂല് തീ കൊണ്ടെന്ന പോലെ കയറിനെ ദ്രവിപ്പിച്ചിട്ട് ദൈവം ആ കരങ്ങളെ അങ്ങ് സ്വതന്ത്രനാക്കിയിട്ട്, ഹല്ലേലൂയ, കണ്ണിൻ്റെ മുമ്പിൽ ഒരു കഴുതയുടെ പച്ച താടിയല് കാണിച്ചു കൊടുത്തു. ശിംശോൻ കൈ നീട്ടി ആ താടിയല്ലെടുത്തു. ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ആമേൻ. അവനൊരു കഴുതയുടെ പച്ച താടിയല് കണ്ടു. നീ കാണാത്തത് കാണാൻ പോകുകയാണ്, നീ കണ്ടിട്ടില്ലാത്തത് കാണാൻ പോകുകയാണ്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എന്തെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി ഒരു ആയുധം ദൈവം ഒരുക്കി കഴിഞ്ഞു. ഇതാരോടാന്ന് എനിക്കറിയത്തില്ല. നിനക്ക് വേണ്ടി ഒരു ആയുധം ദൈവം ഒരുക്കി ഇട്ടിട്ടുണ്ട്. ഇത് നിന്റെ കയ്യിലേക്ക് വരാൻ പോകുകയാണ്. ശത്രുവിനെ തകർക്കത്തക്കവണ്ണം, നിന്നെ എതിർത്ത് നിൽക്കുന്ന ശത്രുവിനെ തകർക്കത്തക്കവണ്ണം ഒരായുധം 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 നിന്റെ കയ്യിൽ തന്ന് ജയത്തിന്റെ പടിയിലേക്ക് നിന്നെ നടത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഉടമല ഹദുര ജഗലകരന്ത, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. The power of anointing, the power of anointing, the power of anointing വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യനെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നല്ല മൂർച്ചയുള്ള വാള് കിട്ടിയാലും, മനയുള്ള കുന്തം കിട്ടിയാലും, വില്ലും അസ്ത്രങ്ങളും കിട്ടിയാലും, എന്തെല്ലാം ആയുധങ്ങൾ കയ്യിൽ കിട്ടിയാലും, പ്രൈസ് ഗോഡ്, നിങ്ങൾക്ക് പോരാടാനുള്ളവൻ്റെ കയ്യിലും അതുണ്ട്. പെർഹാപ്സ് ബെറ്റർ ദാൻ യുവേഴ്സ്. നിന്റെ കയ്യിലുള്ള വാളിനേക്കാൾ, നിന്റെ കയ്യിലുള്ള വില്ലിനേക്കാൾ, നിന്റെ കയ്യിലുള്ള പ്രൈസ് ഗോഡ് അല്ലെ കുന്തത്തേക്കാൾ ശക്തമായത് മറ്റവൻ്റെ കയ്യിലുണ്ട്, ഇല്ലേ? ഏലാ താഴ്വരയിൽ നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ കയ്യിൽ ഉള്ള വാളിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു വാള് ഇപ്പുറത്ത് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ആകെ രണ്ട് വാളേ ഉള്ളൂ. ഒന്ന് ശലോമോൻ, ഒന്ന് ദാവീദിന്, ഒന്ന് ശൗലിനും, ഒന്ന് യോനാഥാനും. അതിൻ്റെ തന്നെ വലിപ്പം നോക്ക്. ഗോലിയാത്തിൻ്റെ കയ്യിലുള്ള അത്രയും വലിയ വാളാണോ ഇവരുടെ കയ്യിലുള്ളത്? അല്ലല്ലോ. ഗോലിയാത്തിൻ്റെ കയ്യിലുള്ള കുന്തത്തിൻ്റെ പറയുന്ന അതിൻ്റെ അലക 600 ശേക്കൽ ഇരുമ്പായിരുന്നു. അതിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ തൂണിൻ്റെ വണ്ണം വരും ഗോലിയാത്തിൻ്റെ കയ്യിലിരുന്ന കുന്തത്തിൻ്റെ തണ്ട്. നിന്റെ കയ്യിൽ എന്തോരം കാണും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മൈക്ക് സ്റ്റാൻഡിൻ്റെ പൈപ്പിൻ്റെ വണ്ണം കാണത്തുള്ളൂ നിന്റെ കയ്യിലുള്ള കുന്തം.
മറ്റവൻ്റെ കുന്ത ഈ വണ്ണമാണ്. നിന്റെ കയ്യിലുള്ളതിനേക്കാൾ ശക്തിയേറിയ ആയുധങ്ങൾ ശത്രുവിൻ്റെ കയ്യിൽ ഉണ്ടാകാം, ഉണ്ട്. നിന്റെ കയ്യിലുള്ള ആയുധം കുന്തമായാലും വാളായാലും അമ്പായാലും വില്ലായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത്, ശൗലിൻ്റെ കയ്യിലുള്ള പരിച എന്തോരം വലിപ്പം കാണും? ആ പരിചയിലേക്ക് ഈ 600 ശേക്കൽ തൂക്കമുള്ള, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമൻ, നെയ്ത്തുകാരൻ്റെ പടപ്പതടി പോലെയുള്ള തണ്ടുള്ള ആ കുന്തം അങ്ങോട്ടൊരു ചാണ്ടിയാൽ ആമൻ, ശൗലും പരിചയം കൂടെ താഴെ വീഴുകയല്ലാതെ തടുത്തു നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ശത്രുവിൻ്റെ ആയുധങ്ങൾ എത്ര ശക്തമുള്ളതായാലും, ആമൻ, നിന്റെ ആയുധത്തിന് ശക്തി കുറഞ്ഞു പോയാലും, നിന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, വെറും കഴുതയുടെ താടിയല്ലായാലും മതി, അതിന്മേൽ പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ പറയാൻ പോകാൻ. അവൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 15:15, അവൻ കഴുതയുടെ ഒരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ടു. He found a new jawbone of an ass. എന്നിട്ട് എന്ത് ചെയ്തു? കൈ നീട്ടി എടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ബുദ്ധി വെച്ച് നോക്കിയാൽ ഈ കഴുതയുടെ താടിയെല്ല് ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധവുമായിട്ട് അടുത്ത് നിൽക്കത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ ശിംശോൻ അത് കണ്ടു. അത് കണ്ടതാണോ കാണിച്ചതാണോ? ഞാൻ പറയുന്നു, അത് കാണിച്ചതാണ്. ഒരു വഴിയുമില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരും. ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരും. ഇന്ന് പകൽക്കാലം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുക ദൈവത്തിൻ്റെ വൈതലേ, ദൈവം നിനക്ക് ശിംശോന് പച്ചത്താടിയല്ല്, ഒരു കഴുതയുടെ പച്ചത്താടിയല്ല് കാണിച്ചതുപോലെ നിനക്കൊരു വഴി അവൻ കാണിച്ചു തരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കത്തക്കവണ്ണം ഒരു വഴി നിന്റെ ദൃഷ്ടിയിൽ പെടുത്തി തരാൻ കഴിവുള്ള ദൈവത്തെ ഒന്ന് ആരാധിക്കുക. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേണമെങ്കിൽ ശിംശോൻ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു. അവൻ്റെ വാളും ശത്രുവിൻ്റെ കുന്തവും ശത്രുവിൻ്റെ അമ്പും വില്ലും ഒക്കെ നോക്കിയിട്ട്, എന്നാ ദൈവമേ ഈ താടിയൽ എന്തിനാ, ഞാൻ എന്തോ ചെയ്യാനാ ഈ താടിയല്ലുണ്ട്, ചിന്തിക്കാമായിരുന്നു. ഈ ഒരു താടിയല് കൊണ്ട് ഞാൻ ഇതിനെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ശിംശോൻ അത് ചിന്തിച്ചില്ല. കൈ നീട്ടി എടുത്തു. കൈ നീട്ടി എടുത്തു. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഈ ഉദാഹരണം എനിക്ക് മനസ്സിലായ കാര്യം എന്നറിയാമോ? എനിക്കൊരു വിഷയം ശരിയാക്കി കിട്ടാൻ വേണ്ടി 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഒരു 5000 രൂപ പ്രൈസ് കോഡ് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ കൈ നീട്ടി അതങ്ങോട്ട് എടുക്കും. എന്തിനെന്നറിയാമോ? ഇത് എൻ്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ, ഈ താടിയിൽ എൻ്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ, എന്നെ എതിർക്കുന്ന വിഷയത്തിന്മേൽ, എനിക്ക് നേരിടേണ്ട വിഷയത്തിന്മേൽ ആവശ്യമുള്ള ശക്തി പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിന്റെ മുമ്പിൽ നീ കട്ടത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നീ കട്ടത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കണം. നിന്റെ കൈ കെട്ടിയതാണെന്ന് നോക്കണ്ട, കാല് കെട്ടിയിരിക്കുകയാണെന്ന് നോക്കണ്ട, നിനക്കൊരു കഴിവുമില്ലെന്ന് നോക്കണ്ട, നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെന്ന് വിചാരിക്കണ്ട, ഇന്റർവ്യൂവിന് എങ്ങനെ ഫെയർ ചെയ്യുമെന്ന് വിചാരിക്കണ്ട, ഞാൻ എങ്ങനെ ഈ ചുമതല ചെയ്യുമെന്ന് വിചാരിക്കണ്ട, ഈ ശത്രുവിനോട് ഞാൻ എങ്ങനെ എതിരിട്ട് ജയിക്കുമെന്ന് വിചാരിക്കണ്ട, നിന്റെ കാല് കെട്ടിയാലും വിചാരിക്കണ്ട, കൈ കെട്ടിയാലും വിചാരിക്കണ്ട, നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് 1000 പേര് പറഞ്ഞാലും വിചാരിക്കണ്ട. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വൈതല് നിന്റെ വിചാരങ്ങൾക്കും നിന്റെ വഴികൾക്കും ഉപരിയായി ദൈവത്തിന്റെ വഴികൾ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പീലിപ്പോച്ചൻ പറഞ്ഞത് ഇതാണ്. 5000-ലധികം ആളുകള്, കർത്താവേ ഇവിടെ 5 അപ്പവും 2 മീനുമുണ്ട്, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആർക്ക് വിളമ്പാൻ പറ്റും? ഹല്ലേലൂയ. വിളമ്പാൻ കഴിവുള്ളവൻ നീയല്ല,
കഴിവുള്ളവൻ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അവൻ്റെ അടുക്കലേക്ക് ചെന്നാൽ നിന്റെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിച്ച് അത് 5000 പേർക്ക് തിന്ന് ശേഷിപ്പിക്കത്തക്കവണ്ണം, 5 അപ്പത്തെ 5000 ഘോഷിപ്പിക്കത്തക്കവണ്ണം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ നിനക്ക് വേണ്ടി വ്യാപരിക്കണം. ശിംശോന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, ഈ കാണുന്ന കുന്തങ്ങളുടെ മുമ്പിൽ, ഈ കാണുന്ന വാളുകളുടെ മുമ്പിൽ, ഈ കാണുന്ന അസ്ത്രങ്ങളുടെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, ഈ താടിയല്ലേ കർത്താവേ ഞാൻ എന്തോ ചെയ്യാനാ, നീ വിചാരിക്കല്ലേ, നീ അങ്ങോട്ട് കൈ നീട്ട്, നീ ആ താടിയല്ലേ കയ്യിലോട്ട് എടുക്ക്. ആ നിമിഷത്തിൽ പ്രൈസ് ഗോഡ് നിന്റെ മുമ്പിൽ നീ തീരുമാനിക്കുന്ന നിമിഷത്തിൽ പ്രൈസ് ഗോഡ് കുറച്ചു മുമ്പ് നിന്റെ കയ്യിൽ വ്യാപരിച്ച ശക്തി ഉണ്ടല്ലോ, കയറ് പൊട്ടിക്കാൻ വ്യാപരിച്ച ശക്തി, കെട്ട് പൊട്ടിക്കാൻ വ്യാപരിച്ച ശക്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ ശത്രു കെട്ടിയ കെട്ടുകളിൽ നിന്ന് വിടുതൽ വരെ പ്രാപിക്കത്തക്കവണ്ണം നിന്റെ തലമുറയെ കെട്ടിയ സ്ഥാനത്ത്, നിന്റെ കുടുംബത്തെ കെട്ടിയ സ്ഥാനത്ത്, നിന്റെ വരുമാനത്തെ കെട്ടിയ സ്ഥാനത്ത്, നിന്റെ ജോലിയെ കെട്ടിയ സ്ഥാനത്ത്, പ്രാർത്ഥനയെ കെട്ടിയ സ്ഥാനത്ത്, ഉപവാസത്തെ കെട്ടിയ സ്ഥാനത്ത്, ആരാധനയെ കെട്ടിയ സ്ഥാനത്ത്, വചനധ്യാനത്തെ കെട്ടിയ സ്ഥാനത്ത് നിന്റെ മേൽ വ്യാപരിച്ച ശക്തിയുണ്ടല്ലോ. മറക്കല്ലേ ആ ശക്തി, ആ ശക്തി, ആ ശക്തി കഴുതയുടെ താടിയലിന്മേൽ പകരുവാൻ ദൈവം വിശ്വസ്തൻ. ആമേൻ. ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഹല്ലേലൂയ 14 വാക്യം വായിച്ചേ. ജഡ്ജസ് 15 എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. സെക്കൻഡ് കൊണ്ട് ദ്രവിച്ചില്ലേ? നിന്റെ അവസ്ഥയ്ക്ക് കഴിഞ്ഞ നാളിൽ തിരിഞ്ഞു നോക്ക്. ഒരു പ്രാർത്ഥന കൊണ്ട് മാറ്റം വന്നോ? നിന്റെ കുടുംബത്തിൽ മാറ്റം വന്നോ? ബിസിനസ്സിൽ മാറ്റം വന്നോ? ഒരൊറ്റ പ്രാർത്ഥന നിന്റെ ഗതി തിരിച്ചു വിട്ടോ? നിന്റെ കുടുംബത്തിന്റെ ഗതി തിരിച്ചു വിട്ടോ? നിന്റെ ബിസിനസിന്റെ ഗതി തിരിച്ചു വിട്ടോ? നിന്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്റെ ഗതി തിരിച്ചു വിട്ടോ? അവരുടെ വിവാഹത്തിന്റെ സ്ഥിതി തിരിച്ചു വിട്ടോ? ജോലിയുടെ ഗതി തിരിച്ചു വിട്ടോ? വാഹനത്തിന്റെ ഗതി തിരിച്ചു വിട്ടോ? നിന്റെ കുടുംബത്തിൽ സകലത്തിന്റെയും ഗതി ഒറ്റ ഒരു പ്രാർത്ഥന കൊണ്ട് തിരിച്ചു വിട്ടോ? വിട്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ആ പ്രാർത്ഥന നിൽക്കല്ലേ, ആ പ്രാർത്ഥന നിർത്തല്ലേ, ആ പ്രാർത്ഥന നിർത്തല്ലേ. ആ പ്രാർത്ഥനയ്ക്ക് ഇനിയും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത പ്രാർത്ഥന, നിന്റെ കുടുംബത്തെ വിടിവിച്ച പ്രാർത്ഥന, തലമുറയെ വിടിവിച്ച പ്രാർത്ഥന, നിന്റെ സമ്പത്തിൽ വിടിവിച്ച പ്രാർത്ഥന, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഒന്ന് പുറകോട്ട് നോക്ക് മക്കളെ. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ ഗുണം പിടിച്ചു? ഒരു പ്രാർത്ഥന കൊണ്ടല്ലേ? ഒറ്റ ഒരു പ്രാർത്ഥന കൊണ്ടല്ലേ? ആ പ്രാർത്ഥന നിനക്ക് ഇപ്പോഴും അറിയത്തില്ലേ? നിനക്ക് ആ പ്രാർത്ഥനയുടെ വരികൾ അറിയത്തില്ലേ? ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ അറിയത്തില്ലേ? അന്ന് പ്രാർത്ഥന കേട്ട ദൈവത്തെ അറിയത്തില്ലേ? എത്ര പേർക്ക് പരിചയമുണ്ട്? കഴിഞ്ഞ കാലത്ത് എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തെ, എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തെ എത്ര പേർക്ക് പരിചയമുണ്ട്? ആ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്ക്, ഇന്ന് പ്രാർത്ഥിക്ക്. ശക്തി വരികയാണ്, ശക്തി വരികയാണ്. The power of anointing, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്, ഇപ്പോൾ വ്യാപരിക്കുകയാണ്, ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, അന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ നിന്റെ അധോഗതി ഇന്നും ഗുണനിൽക്കത്തില്ലായിരുന്നേ? ഇല്ലേ? രോഗം മാറുമായിരുന്നു, നാടുവിട്ട് പോകേണ്ടി വരില്ലേ? കുഞ്ഞുങ്ങൾ ജയിക്കുമായിരുന്നു, വീട് പണിയുമായിരുന്നു, സ്ഥലം മേടിക്കുമായിരുന്നു, ആത്മീയത്തിൽ ഇത്രയും ഉയരുമായിരുന്നു. ഇന്ന് സന്തോഷത്തോടെ ഇരുന്ന് ആരാധിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് കുടുംബമായിട്ട് ഇവിടെ വന്നിരുന്ന് സന്തോഷത്തോടെ ആരാധിക്കാനുള്ള വഴി തെളിഞ്ഞില്ലേ? എപ്പോൾ തെളിഞ്ഞു? ഒരു പ്രാർത്ഥന കൊണ്ട് തെളിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ലെന്ന് വിചാരിക്കല്ലേ. നിന്റെ ആവശ്യത്തിന്റെ മുഖത്ത്, നിന്റെ ആഗ്രഹത്തിന്റെ പുറത്ത്, നിന്റെ വിഷയത്തിന്റെ പുറത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു ബന്ധമുണ്ട്. ഈ ദൈവവുമായൊരു ബന്ധമുണ്ട്. There is a relationship. There is a relationship. There is a relationship. Hallelujah. Praise God. ദൈവം വച്ച് നീട്ടുമ്പം കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് പ്രശ്നം മാറത്തില്ല. മനസ്സിലായോ?
ദൈവം വച്ച് നീട്ടുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്നവന്റെ പ്രശ്നം മാറത്തില്ല. പ്രൈസ് ഗോഡ്. ശിംശോന് ഈ താടിയെല്ലാം അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ദൈവം കാണിച്ചതാ. അത് കാണുമ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ താടിയിൽ എൻ്റെ കയ്യിൽ വരുമ്പോൾ എൻ്റെ കൈ പൊട്ടിച്ച ശക്തിയുണ്ട്, കയറ് പൊട്ടിച്ച ശക്തിയുണ്ട്, കാലിനെ സ്വതന്ത്രമാക്കിയ ശക്തിയുണ്ട്. ഒരുത്തനും വലിച്ചു പൊട്ടിക്കാൻ കഴിയാത്ത കയറ് തീ കൊണ്ട് തൊട്ട ചണനാര് പോലെ ദ്രവിച്ചു മാറിയിട്ട് എൻ്റെ കൈകൾ സ്വതന്ത്രമായൊരു ശക്തിയുണ്ട്. ആ ശക്തി ഈ കഴുതയുടെ താടിയലിന്മേൽ വ്യാപരിക്കും. വിശ്വാസത്തോടെ കൈനീട്ടി എടുക്ക്. ഇന്ന് പകൽക്കാലം കൈനീട്ടി എടുക്ക്. നിന്റെ ശത്രുവിനെ തകർക്കാൻ കഴിവുള്ളത്, നിന്റെ ശത്രുവിനെ നശിപ്പാൻ കഴിവുള്ളത്, കുന്നൊന്ന് കുന്ന് രണ്ട് കൊന്നുകൂട്ടാൻ കഴിവുള്ളത്. അമ്പല ഗൗഡക രഗതക ജഗര ദുരബല ഹതരക ജഗന്തര ബൗഡേ. ദൈവമക്കളെ, ദാവീദ് ശൗലിനോട് ഗോലിയാത്തിനെ കണ്ടപ്പോൾ പറഞ്ഞെന്നറിയാമോ? അന്ന് വിടുവിച്ച ദൈവം ഇന്നും എന്നെ വിടുവിക്കും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്നെ കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അന്ന് വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും. ഭാരപ്പെടല്ലേ, പ്രയാസപ്പെടല്ലേ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടല്ലേ. അന്ന് വിടുവിച്ച ദൈവം ഇന്ന് വിടുവിക്കും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ദൈവമക്കളെ, ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ഫെലിസ്റ്റിന്റെ ദാവീദ് 17:37, 1 ശമൂവേൽ 17:37, ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്റ്റിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ നടത്തിയ പ്രസ്താവനയാണ്? ഈ പ്രസ്താവന എങ്ങനെ നടത്തി? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. ആ പ്രസ്താവന എങ്ങനെ നടത്തി? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. കരടിയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിലുള്ള വിശ്വാസം, സിംഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിലുള്ള വിശ്വാസം അതിനേക്കാൾ വലിയ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ ഇടയാക്കി. സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവം, കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. ഭയപ്പെടല്ലേ, നിന്നെ വിടുവിക്കും. അതെങ്ങനെ പ്രഖ്യാപിച്ചു? വിശ്വാസത്താ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നും കണ്ടിട്ടല്ല. കമ്പനിപ്പടിയിൽ ആരാധിച്ചിരുന്ന സമയത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ആരാധനയിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചത് ഇവിടെയുള്ള ദൈവജനത്തിനറിയാം. ഇന്ന മാസം ഇത്രാം തീയതി സ്വന്തം സ്ഥലത്തേക്ക് ആരാധന മാറ്റിയിരിക്കും. അതാണ് ആ ഹോള്. ആ ഡേറ്റിന് ആരാധന അവിടെ മാറ്റി. ഒന്നും കണ്ടിട്ടല്ല. ഈ ഹാളിന്, ഈ മൂലയ്ക്ക് പാസ്റ്റർ PA വിസം തറക്കല്ലിടുമ്പോൾ പ്രൈസ് ഗോഡ് വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു, ഈ വർഷത്തെ 100th യോഗം ഇതിനകത്ത് നടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് ദാവീദ് ചേട്ടൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എൻ്റെ കൂടെ നിന്നോട് പറഞ്ഞു, സാറേ നമുക്കിത് നടത്തിയേ പറ്റൂ. അന്ന് തൊട്ട് ഇത് നടക്കുന്നവരെ ദാവീദ് ചേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന എൻ്റെ അനുഭവം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്ന, ആമേൻ, ദാവീദിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുത് സ്ഥാപിക്കാൻ ഇടയായിത്തീരും. വിഘടിച്ച് നിൽക്കുന്ന ഒരുത്തൻ മതി, സഭയ്ക്ക് പ്രശ്നമാണ്. മനസ്സിലായോ? സഭയോട് ചേർന്ന് നിൽക്കണം, ശുശ്രൂഷകനോട് ചേർന്ന് നിൽക്കണം. ശുശ്രൂഷകന്റെ വീട് പണിക്കല്ല, സഭയുടെ നന്മയ്ക്ക്. ശുശ്രൂഷകന്റെ മക്കളെ പഠിപ്പിക്കാനല്ല, സഭാമക്കളുടെ നന്മയ്ക്ക് ഉത്തരവാദിത്തോടെ നിൽക്കണം. ദാവീദേട്ടൻ ഉറങ്ങിയിട്ടില്ല. എനിക്കിപ്പോഴും അറിയാം. ഇതിന് പ്രൈസ് ഗോഡ് അല്ലേ, മണ്ണടിക്കുന്ന സമയത്ത് ഹാർട്ട് കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഇവിടെ നിന്ന് 30 ലോറിയെ വെച്ച് അടിച്ചാണ് ഈ സ്ഥലം ശരിയാക്കിയത്. മനസ്സിലായോ? ജീവൻ കൊടുത്ത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള ചില വ്യക്തികളെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളെ കൊണ്ട് ദൈവം പണിയും, നിങ്ങളെ കൊണ്ട് ദൈവം പണിയും, നിങ്ങളെ കൊണ്ട് ദേശത്ത് പണിയും, സഭയെ പണിയും, എല്ലാം പണിയും. മനസ്സിലായോ? ഇത് ഒറ്റയാൻ പട്ടാളമല്ല, ഒരു കൂട്ടത്തിന്റെ പ്രവൃത്തിയാണ്.
പ്രൈസ് ഗോഡ്. അതിന് സഭയുടെ ആശയങ്ങളും സഭയുടെ പഠിപ്പിക്കലുകളും എൻ്റെ പഠിപ്പിക്കലായിട്ട് മാറണം. മനസ്സിലായോ? സഭയുടെ ഉയർച്ച എൻ്റെ ഉയർച്ചയാകണം. അങ്ങനെയുള്ള പ്രൈസ് ഒരു ദാവീദേട്ടൻ ഉണ്ടായപ്പോൾ ചില കാര്യങ്ങളിലൂടെ നടന്നു. അതുപോലെയുള്ള അനേകരിന്ന് സഭയിലുണ്ട്. ഇതിനേക്കാൾ വലുത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്യാമോ? എതിർപ്പുണ്ടാകും, പക്ഷെ എതിർപ്പതിൻ്റെ പണി നോക്കാൻ പറയണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്. അതിനകത്ത് ഒരു വാക്യം പറയുന്നുണ്ട്, കുറ്റം പറഞ്ഞ് രസിച്ചപ്പം നീ മാത്രമാണ് എന്നെ, അല്ലേ? പലരും കുറ്റം പറഞ്ഞ് രസിച്ചപ്പോൾ ആരാ നിന്നെ ഉയർത്തിയത്? ആരാണ് എന്നെ ഉയർത്തിയത്? ദൈവമല്ലാതെ, യേശുവല്ലാതെ ഒരു വ്യക്തിയും എന്നെ ഉയർത്തിയിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? പ്രൈസ് ഗോഡ്. ഞാൻ സഹായിക്കാവുന്നതിന് മാക്സിമം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശുശ്രൂഷയിലേക്കും ആരാധനയിലേക്കും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർന്നു വരാൻ എന്നെ ഉയർത്തിയ ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഉയർത്തണം. ഓരോരുത്തരെയും ഉയർത്തണം. അത് സാമ്പത്തികമായി ഉയരണം, ആത്മീയമായി ഉയരണം, ഭൗതികമായി ഉയരണം. എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. എല്ലാവരും സിയോനിൽ അന്തിമമായിട്ട് എല്ലാവരും സ്വർഗത്തിലെത്തണം. അതിന് ആമേൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ സഭയെ പണിത് ലക്ഷങ്ങളെ കൊണ്ടുവന്ന്, ആയിരങ്ങളെ കൊണ്ടുവന്ന്, പതിനായിരങ്ങളെ കൊണ്ടുവന്ന് ആമേൻ അവരെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച്, ആരാധനയെക്കുറിച്ച് പഠിപ്പിച്ച്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സഹായിക്കുന്ന മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് അവരെ ഒരുക്കിയെടുക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കരടി, സിംഹം, ആ അനുഭവം ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ നമ്മളെ സഹായിക്കും. മനസ്സിലായോ? പ്രതികൂലമുണ്ട്, ഒരുപാട് പ്രതികൂലമുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ പറഞ്ഞ് ഈ ഒരു AC വരും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചൂട്. എനിക്കറിയാം ഇവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പലരുടെയും മനസ്സറിയാം കേട്ടോ. ആരും പറഞ്ഞു തരണ്ട, ഞാൻ ദൈവനാമത്തിൽ പറയുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് എവിടെ ഒരു കുന്തം വച്ചിട്ടുണ്ട്, അല്ലാതെ ബാക്കി എവിടെ? എനിക്കൊരു കാര്യം അറിയാം. പ്രൈസ് ഗോഡ്. AC വെക്കാൻ പോകുന്നതിന് ഞാൻ പിരിവിട്ടിട്ടില്ല. വേറെ പെന്തിക്കോസ്തിൻ്റെ അല്ല, ഏത് സഭയിലും നോക്കിക്കോ, പിരിവ് ഉടനെ പുറകെ വരും. 10 പൈസ ചോദിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. എങ്ങനെ പ്രഖ്യാപിച്ചു? വിശ്വാസത്താൽ. പക്ഷേ പ്രതികൂലം ഉണ്ടാവും. ഇതിൻ്റെ പ്രതികൂലം ഞാൻ പറയാം. 18 AC മെഡ്രാസിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് കാശ് കൊടുത്തത്, പൈസ കൊടുത്തു കഴിഞ്ഞു, ഓർഡർ കൊടുത്തത്. പക്ഷേ മാർച്ച് ഏപ്രിൽ തിരക്കിൽ ആ 18 വിറ്റുപോയി. ഒരെണ്ണം കിട്ടി, അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പ്രൈസ് ഗോഡ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച വരുത്തണമെന്ന് വിചാരിച്ചു. ഷാജിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ പ്രൈസ് ഗോഡ്, കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല. ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്. കസ്റ്റംസിൽ കിടക്കുക, മദ്രാസിൽ കസ്റ്റംസിൽ കിടക്കുക, ക്ലിയർ ചെയ്ത് കിട്ടിയില്ല. ഇന്നലെ ക്ലിയർ ചെയ്തു. ഞാൻ പറയട്ടെ, എന്തിനാണെന്നറിയാമോ? ഇന്ന് ഞാൻ കഴിഞ്ഞ മുമ്പത്താഴ്ച വയ്ക്കുമെന്ന് പറഞ്ഞ് വിജയ സമ്മതിച്ചില്ല. കഴിഞ്ഞ ആഴ്ച വയ്ക്കുമെന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുത്തു, സമ്മതിച്ചില്ല. ഇന്നെങ്കിലും വയ്ക്കുമെന്ന് വിചാരിച്ചു, സമ്മതിച്ചില്ല. പക്ഷെ ഒരു കാര്യം, പിശാചെ വച്ചിരിക്കും. ഈ ഹോള് എയർ കണ്ടീഷൻ ചെയ്തിരിക്കും. അത് തടുക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? എതിർപ്പുണ്ട്. ചിരിക്കാൻ അതിനെ കുറച്ച് ആളുകളുമുണ്ട്. പാസ്റ്റർ പറഞ്ഞിട്ട് എന്തായി? എനിക്കറിയാം നിങ്ങളോട് കമൻ്റ് അടിച്ചിട്ടുണ്ടാവും, AC വരും AC വരും എന്നിട്ട് എന്തായി? ഒന്നും ആകത്തില്ല. AC വരും. ഈ ഹോൾ എയർ കണ്ടീഷൻ ചെയ്യും. അതിനു മുമ്പ് ഭൂകമ്പം വന്നില്ലെങ്കിൽ. പക്ഷെ ഇത് ഭൂകമ്പം വന്നാലും താഴെ പോകാത്ത ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ ഭൂകമ്പം വന്നാലും ഇത് താഴെ പോകത്തില്ല. പ്രൈസ് ഗോഡ്. കൂടി വന്നാൽ ചില 2 ബ്രിക്ക് പോയെന്നിരിക്കും, വേറൊന്നും പോകത്തില്ല. ഒരാഴ്ച കൊണ്ട് കെട്ടാനും പറ്റും. ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. പ്രൈസ് ഗോഡ്. ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് ബുദ്ധിമുട്ടുകൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. വിമർശനം എളുപ്പമാണ്.
ഭയങ്കര എളുപ്പമാണ്, ഒന്നും വല്ല ചിലവുണ്ടോ? പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പിരിവിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, പിരിവിടാനും അല്ല പറയുന്നത്. ഈ സാധനത്തിന് എത്ര ലക്ഷം ചിലവുണ്ട് പാസ്റ്ററെ, എന്നാ പിടിച്ചോ. ഇതുവരെയും കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഒരാൾ പറഞ്ഞു, അതാരാ ഞാൻ പറയുന്നില്ല. ഇതിന് ഇത്രയും ചിലവുണ്ടല്ലോ, 12 AC ഇവിടെ കൊണ്ട് വയ്ക്കണമെങ്കിൽ ചിലവുണ്ടല്ലോ, ഇതെങ്ങനെ നടക്കും? ഒരാൾക്കും അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. കുഴപ്പമില്ല, പറയണ്ട, പക്ഷെ വിമർശിക്കാതെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നിട്ടുള്ള സകല വാഗ്ദത്തങ്ങൾക്കും ആമേൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾക്ക് അതുപോലെ കരമുയർത്തി ഒരു ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ഒരു ആമേൻ കൂടെ പറയാമോ? ഒന്ന് ശരിക്ക് കൈ ഉയർത്തി പറയാമോ? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാമോ? വാക്ക് പറഞ്ഞവൻ മാറുകയില്ല, വാക്ക് പറഞ്ഞവൻ മാറുകയില്ല, വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. നിന്റെ കുടുംബത്തിൽ അത് നിവർത്തിക്കുന്നത് നീ കാണും, തലമുറയിൽ കാണും, ബിസിനസ്സിൽ കാണും, ജോലിയിൽ കാണും, വിഷയങ്ങളിൽ നീ അത് കാണും. പക്ഷേ സംശയിച്ചാൽ കാണും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, അനുഭവിക്കത്തില്ല. എനിക്ക് കാണുകയും വേണം, അനുഭവിക്കുകയും വേണം. കാണുകയും വേണം, അനുഭവിക്കുകയും വേണം. എത്ര പേരുണ്ട്? വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. മാറിയിടുമേ വചനങ്ങൾക്കൊരു മാറ്റമില്ല, മാറിയിടുമേ വചനങ്ങൾക്കൊരു മാറ്റമില്ല. അവൻ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. ചിലർക്കൊക്കെ തിയോളജി എന്ന് പറയുന്നത് LIC തിയോളജിയാണ്. LIC തിയോളജി എന്നറിയാമോ? ഏത് LIC എടുത്താലും, ക്ഷമിക്കണം കേട്ടോ വിനോദ്, ഏത് LIC എടുത്താലും എടുക്കുന്നതിന് നഷ്ടമാണ്. ആർക്കാ ലാഭം എന്നറിയാമോ? ചത്ത ലാഭം. LIC ഒറ്റ പ്രീമിയം അടച്ചിട്ട് 50 ലക്ഷത്തിനോ 5 കോടിക്കോ എടുത്തോ, പ്രീമിയം അടച്ചിട്ട് പിറ്റേ ആഴ്ച ചത്ത് കിട്ടിയാൽ 5 കോടിയും കിട്ടും. ലാഭമാണ്. ചത്ത ലാഭവും ജീവിച്ച നഷ്ടവുമായിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ പൗലോസിന്റെ മാർഗമായിട്ട് നോക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ് ലാഭമായിരുന്നൊക്കെ ഇത് ഛേദമെന്നെണ്ണി ജീവിക്കുമ്പോൾ തന്നെ പൗലോസിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാന്നറിയാമോ? എന്നാ? അവന്റെ വാഗ്ദത്തങ്ങൾ. അത് സ്വർഗത്തിന്റെ വാഗ്ദത്തമല്ല, അവനെ മുന്നോട്ട് കൊണ്ടുപോയത്. അദ്രിയക്കടലിൽ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അലയുമ്പോൾ, രക്ഷപ്പെടുന്നുള്ള ആശ എല്ലാവരുടെയും നശിച്ചു പോയപ്പോൾ,
പൗലോസിന്റെ ആശ നശിച്ചില്ല. കാരണം പൗലോസിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഈ കപ്പൽ മുങ്ങിയാലും നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. പൗലോസേ, നീ നിൽക്കും. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്, അത് നിറവേറ്റാൻ ദൈവം ശക്തനാണ്. ആമേൻ. വേറൊക്കെ പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ പേടിക്കണ്ട, ഈ പട്ടണത്തിൽ ആരും നിനക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല, ഇവിടെ ഒരുപാട് ആത്മാക്കൾ വിടുവിക്കാനുണ്ട്, പേടിക്കല്ലേ, സുവിശേഷം ഘോഷിച്ചോളാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ചോ. നിന്റെ തലമുടിക്ക് പോലും കേടുതെറ്റാതെ നിന്നെ സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവം നിന്റെ കൂടെയുണ്ട്. ശുശ്രൂഷ അവസാനിക്കുമ്പോൾ പറയും, മോനെ നീ മതി, ഇങ്ങ് പോരെ. അവൻ്റെ ഉള്ളം കൈയിലേക്ക്, അവൻ്റെ മടിയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ഒരു മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിന്റെ ഓരോ അനുഭവങ്ങളിലും നിന്നെ കൂടെ ഇരുന്ന് നടത്തുകയും കൊടുങ്കാറ്റടിച്ചാലും തിരമാല ഉതിർത്താലും കപ്പലിൽ ഇറങ്ങി വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. 276 ആളുകൾ കപ്പലിൽ ഉണ്ടായിട്ടും ഒറ്റ ഒരുത്തിന്റെ അടുക്കലാണ് കർത്താവ് വന്നുള്ളൂ. ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ഉടയവനായ ദൈവം ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. 18-ാം വാക്യത്തിൽ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 18-ാം എടുത്ത വാക്യം തന്നെ പഴയ തന്നെ വാ. അപ്പോസ്തലർ 18:10. എന്റെ ഉടയവനും 18:10 9 വായിച്ചേ, 9 തൊട്ട് വായിക്കും. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്. നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോ, മിണ്ടാതിരിക്കരുത്. അടുത്ത വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇതെന്തിനാ ഈ വാക്യം എന്തിനാ പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ പോരെ? പൗലോസേ ധൈര്യമായിട്ട് പ്രസംഗിച്ചോ, ചത്താ നീ ഇവിടെ എത്തും, ഇത്രയും പറഞ്ഞാൽ പോരെ? നീ ചത്തുപോയാൽ ഇപ്പൊ സ്വർഗത്തിലെത്തും, ഇത്രയും പറഞ്ഞാൽ പോരെ? അത് പറയേണ്ട കാര്യമുണ്ടോ? പൗലോസിന് അത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പൗലോസിന് അന്നേരം കിട്ടേണ്ട ഉത്തരം, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആ ഉറപ്പാണ് ഈ ലോകത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ടത്. അതിനാണ് പ്രാർത്ഥന, അതിനാണ് ആരാധന, അതിനാണ് ദൈവത്തെ വിളിക്കുന്നത്. നിത്യതയുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില പ്രത്യേക വിഷയത്തിൽ എനിക്കൊരു ഉറപ്പ് കിട്ടണം. ശുശ്രൂഷയിൽ ഉറപ്പ് കിട്ടണം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഉറപ്പ് കിട്ടണം. കഴിഞ്ഞ USMLE പരീക്ഷയ്ക്ക് എമ്മി പോകാനായിട്ട് ഞാൻ കൊണ്ടുപോയി വിടുക കാറയിൽ, ഹൈദരാബാദിൽ. പ്രൈസ് ഗോഡ്. ഇറങ്ങാൻ നേരത്തെ എമ്മിയോട് ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ഇരുന്ന് എഴുതിക്കോ, 97 ഞാൻ കാണുന്നു. എന്നെ കർത്താവ് കാണിച്ചു, എഴുതി, റിസൾട്ട് വന്നു, എക്സാക്ട് 97%. നിന്നെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്, ധൈര്യപ്പെടുത്തുന്ന ദൈവമുണ്ട്. നീ പേടിച്ചിരിക്കുമ്പോൾ പൊക്കോ മകനെ, പൊക്കോ മകളെ, നിന്റെ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തുന്ന ദൈവമുണ്ട്. പരീക്ഷാ കാലമല്ലേ, നിന്റെ കുഞ്ഞിന് ധൈര്യം തരുന്നൊരു ദൈവമുണ്ട്, പേടിക്കണ്ട. അതിന് പകരം പക്ഷേ എഞ്ചിനീയറിംഗിൽ നീ തോറ്റാലും പേടിക്കണ്ട, നീ സ്വർഗത്തിൽ പോകുമല്ലോ, നിത്യതയുണ്ടല്ലോ. ആ കൊച്ചിന് വേണ്ടത്, 16 വയസ്സുള്ള കൊച്ചിന് വേണ്ടത് 96 വയസ്സിൽ ചാകാൻ നടക്കുന്ന കാലമല്ല. 16, 17, 18 കടന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി ഒരു ജോലി കിട്ടി, ഒരു കല്യാണം കഴിച്ച്, ഒരു വീട് വെച്ച് താമസിച്ച്, സുവിശേഷ വേലയിൽ പങ്കാളികളായി, അങ്ങനെ പല പല പരിപാടി എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ഉത്തരം, മകളെ ഇന്നത്തെ കണക്ക് പരീക്ഷ നീ പേടിക്കണ്ട. കണക്കിൻ്റെ ഉടയവനായ ഒരുവനുണ്ട്, ഇതിനേക്കാൾ ബുദ്ധിയുള്ള ഒരുവനുണ്ട്, നിനക്ക് ബുദ്ധി തരുന്ന ഒരുവനുണ്ട്, ഓർമ്മശക്തി തരുന്ന ഒരുവനുണ്ട്. ഗുഡബല ഖദുര ജബല. ദൈവത്തിൻ്റെ വ്യക്തമായി സംസാരിക്കുന്നു, നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങൾ ഒന്നുകൊണ്ടും കലങ്ങല്ലേ കേട്ടോ. എനിക്കിത് സഭയെ ഉറപ്പിച്ചേ പറ്റൂ, സഭയിലുള്ള ഓരോ ആത്മാക്കളെയും ഉറപ്പിച്ചേ പറ്റൂ. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. നിന്റെ കഷ്ടകാലത്ത്, നിന്റെ പ്രയാസകാലത്ത്, നിന്റെ പ്രതികൂല കാലത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്, മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ഉറപ്പിലാണ് ഞാൻ സഭയെ കെട്ടിപ്പടുക്കുന്നത്, ഈ വിശ്വാസത്തിലാണ് സഭയെ പണിതെടുക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് വായിച്ച് ധ്യാനിച്ച് ജീവിച്ചാൽ ഇവിടെ നിന്റെ സകല വിഷയവും പരിഹരിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം പരിഹരിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. രോഗം വരുമ്പോൾ സൗഖ്യം തരുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. സാമ്പത്തികമായി തകരുമ്പോൾ സൗഖ്യം വിടുതൽ തരുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. നിന്റെ വിഷയം നീ ചെയ്യണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, നീ പ്രതികൂലത്തിലാകണ്ട. നിന്റെ പ്രതികൂലം ഏറ്റെടുത്തുകൊണ്ട് നിന്നെ വിടുവിക്കാൻ കഴിയുള്ള ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എനിക്കൊരു ഉറപ്പുണ്ടാകണം. എനിക്ക് ആ ഉറപ്പുണ്ട്. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി തരുന്നൊരു ദൈവം ഉണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ ഹല്ലേലൂയ എനിക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ വിടുവിക്കുമെന്ന്, ആ ദൈവം നിന്നെ വിടുവിക്കുമെന്ന്. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക്, ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് അവൻ നിന്നെ വിടുവിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ആകത്തുകയാണ് ക്രിസ്തീയ ജീവിതം. ആ അനുഭവം പ്രാപിച്ചൊരു പിതാവിൻ്റെ മക്കൾ പ്രാർത്ഥനക്കാരാവും. അല്ലാത്ത പ്രൈസ് ഗോഡ് ആമേൻ ദൈവത്തിന് സ്തോത്രം. തലമുറയ്ക്ക് മനസ്സിലാകണം ജീവനുള്ള ദൈവം ആരാണെന്ന്. വീണ് കിട്ടിയ ഭാഗ്യമല്ല നമ്മുടെ നന്മകൾ, അല്ലേ? നമ്മുടെയൊക്കെ നന്മകൾ വീണ് കിട്ടിയ ഭാഗ്യമല്ല. ഞാൻ ധൈര്യത്തോടെ പറയാം, ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ച് മേടിച്ച അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എന്ത് കാര്യം എടുത്ത് ചോദിച്ചാലും ഇതെനിക്ക് വീണ് കിട്ടിയതല്ല, ഇത് തുമ്മാ കിട്ടിയതല്ല, ഇത് ഫ്ലൂക്കിന് കിട്ടിയതല്ല. എൻ്റെ ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ്. ആമേൻ. കാരണം ദൈവം അതിനെ വ്യക്തമായി പറഞ്ഞു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കൈക്കിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. ഈ ലോകത്തിൽ ഏത് വിഷയത്തിനായാലും നിന്റെ ദൈവത്തിൻ്റെ കൈയൊന്ന് ചലിച്ചാൽ മതി, നീർത്തോടുകൾ തിരിച്ചുവിടുന്നത് പോലെ നിന്റെ വിഷയം തിരിച്ചുവിടും. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചില വിഷയങ്ങൾ തിരിച്ചുവിടുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില വിഷയങ്ങൾ തിരിച്ചുവിടുന്നു. നിന്നെ മുക്കിക്കളയാൻ വന്ന ചില നീർത്തോടുകളെ എൻ്റെ ദൈവം ഇതാ തിരിച്ചുവിടുകയാണ്. അതുരാ ജപന രഗതക ജഗലക രുന്തല ബൗഡേ ഹർത്ത രഗത അർത്തന ജമ്പല ഘട്ടൽ ബൗഡേ സാഗര ജനവ ഹത്തല ബൗഡ. ആമേൻ. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ചിലരെ മുക്കിക്കളയാൻ വേണ്ടി നീർത്തോടുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. നീ ഭയപ്പെടണ്ട. ദൈവത്തിൻ്റെ കരം ചുമ്മാ അതിനെ അങ്ങ് തിരിച്ചുവിടാൻ പോകുക കേട്ടോ. നിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒഴുക്ക് എൻ്റെ ദൈവം തിരിച്ചുവിടാൻ പോകുകയാണ്. കുറിച്ചിട്ടോ. യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് നടക്കും, ഇത് സംഭവിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ വിഷയത്തിൽ. ആമേൻ. ഇപ്പൊ പൗലോസിനോട് പറഞ്ഞു, പേടിക്കണ്ട. ഈ പട്ടണത്തിൽ എനിക്ക് ഒരു ജനമുണ്ട്. കപ്പലിലായിരുന്നപ്പോഴും പറഞ്ഞു, ഭയപ്പെടണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കണം. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദാവീദ് ശൗലിനെ ഭയന്ന്, ജീവനെ ഭയന്ന് ഓടിപ്പോകുമ്പോൾ യോനാഥാൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ രാജാവാകും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഉറപ്പുണ്ടോ? എന്തെല്ലാം കട്ടം വന്ന് ഓടേണ്ടി വന്നാലും, മരുഭൂമിയിൽ ഓടേണ്ടി വന്നാലും എന്നെ ദൈവം ഉയർത്തുന്നൊരു ദിവസമുണ്ട്. എന്നെ ദൈവം സഹായിക്കുന്നൊരു ദിവസമുണ്ട്. എന്നെ വ്യക്തിപരമായി സഹായിക്കുന്നൊരു ദിവസമുണ്ട്. 1 ശമൂവേൽ 24:20. എന്നാൽ നീ രാജാവാകും, ഇസ്രായേലിൽ രാജത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകും. നീ രാജാവാകും, ഇസ്രായേലിൽ രാജത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകും. ദൈവമക്കളെ, നിങ്ങൾ രാജാവാകുമെന്ന് പറയുമ്പോൾ ഇതുപോലെ കിരീടവും ചക്രവർത്തിയും തൊപ്പിയും സിംഹാസനവും നോക്കണ്ട. ഇന്നതില്ല. എന്നാൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറയാം. ഞാൻ രാജാവായാൽ എൻ്റെ രാജ്യത്ത് ഞാൻ പറയുന്നൊരു കാര്യം നടക്കും. നിന്റെ രാജ്യത്ത്, നിന്റെ വിഷയങ്ങളിൽ നീ പറയുന്നത് പോലെ നടത്തത്തക്കവണ്ണം നിനക്കൊരു രാജ്യത്വം തന്ന്, നിന്റെ കുടുംബ വിഷയം, നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ വീടിൻ്റെ വിഷയം, ഹല്ലേലൂയ, നീ പറയുന്ന പോലെ. എനിക്ക് അനുഭവങ്ങൾ ഒത്തിരിയാണ്. ചിക്കമംഗളൂരിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി ജിജു വീട്ടിൽ വന്ന് നിൽക്കുമ്പം ഒരു കൊല്ലം നിർത്തി, വെറുതെ നിർത്തി. എന്തിനെന്ന് വെച്ചാൽ ജിബി പോയതും ഞങ്ങൾ അറിഞ്ഞു പോരും, അത്ര സങ്കടമായിപ്പോയി. ഇപ്പം വീട്ടിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു, നിർത്തി. ചോദിക്കുന്നവരോടെല്ലാം അവൻ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഞാൻ വിദേശത്ത് പഠിക്കാൻ പോവുക. വിദേശത്താണ് ഹയർ സ്റ്റഡീസ്, MS പഠിക്കുന്നത് വിദേശത്താണ്. എങ്ങനെ പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. പ്രൈസ് ഗോഡ്.
ജോലി ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് ലോൺ തരാൻ ഇഷ്ടം പോലെ ബാങ്കുകാരുണ്ടായിരുന്നു. ജിബിയുടെ ലോണിന് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചില്ല, ഞാൻ ഒപ്പിട്ടേ ഉള്ളൂ. ഞാൻ ബാങ്കിൽ പോയില്ല, മാനേജർ എൻ്റെ ക്യാബിനിൽ വന്ന് ഞാൻ ഒപ്പിട്ടേ ഉള്ളൂ ജിബിക്ക് വേണ്ടി. എന്നാൽ ജിജിയുടെ കാര്യം വന്നപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ജോലിയില്ല, എൻ്റെ ഒപ്പിന് വിലയില്ല, ജാമ്യം പറയാൻ ആളുമില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വിദേശത്തും ഇരിക്കുന്ന ഐസ്റ്റായൻ വേറൊരാളുടെ കാര്യത്തിൽ ഇതുപോലെ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ജിജുവിന് വേണ്ടി ഒന്ന് ശരിയാക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. ദൈവമക്കളെ, പിറ്റേ ദിവസം ആമീൻ 3 മണി തൊട്ട് 6:45 മണി വരെ, പ്രൈസ് ഗോഡ്, ബാങ്കിൻ്റെ റീജിയണൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റൻ്റ് ഓഫീസർ, ഒരു ക്ലർക്ക്, 4 പേരും അസിസ്റ്റാനും കൂടെ 3 മണി തൊട്ട് എന്നെ കാത്തിരിക്കുക. ശനിയാഴ്ചയായിരുന്നു, ഉച്ച കഴിഞ്ഞ് ബാങ്കില്ല. ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 മണിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും 6:45 ചെന്ന് കയറിയത്. ഒരു കാര്യം ഞാൻ പറയാം, നിനക്കൊരു വഴി തുറക്കുമ്പോൾ അടയ്ക്കാൻ തക്കവണ്ണം 3.25 മണിക്കൂർ കാക്കനാട്ടിൽ നിന്ന് പള്ളിമുക്കിലെത്താൻ എടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇന്നാണെങ്കിൽ വിശ്വസിക്കാം, അന്ന് മെട്രോയുടെ പണി തുടങ്ങിയിട്ടില്ല. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ വഴി അടയ്ക്കാൻ ശത്രു നോക്കും, പക്ഷെ അടയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നാൽ പിശാച് അടയ്ക്കാൻ ശ്രമിച്ചാൽ അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വേണമെങ്കിൽ റീജിയണൽമാർക്ക് എഴുന്നേറ്റ് പോകാമായിരുന്നു, ബ്രാഞ്ച് മാനേജർക്ക് പറയാൻ പറ്റും, നാളെ വരാൻ പറയുമെന്ന് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. ഞാൻ ചെല്ലുന്നത് വരെ അവിടെ ഇരുന്നു. ആ ആപ്ലിക്കേഷനും ഞാൻ പൂരിപ്പിച്ചില്ല, ഞാൻ ഒപ്പിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടി പൂരിപ്പിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. നിന്റെ ദൈവം ആരെന്ന് മനസ്സിലാക്കി നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ തലമുറകളുടെ വിഷയത്തിന്മേൽ, നിന്റെ കുടുംബത്തിൻ്റെ വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാവേ, തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന പിതാവേ, നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് ആരാധിക്കുക. നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു. നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു. നിന്റെ വിഷയം സ്വർഗം ഏറ്റെടുത്തു. ആമേൻ. അങ്ങനെ അങ്ങോട്ട് പോയാൽ വിശ്വാസമാണ് ദാവീദിനെ നടത്തിയത്. ആ വിശ്വാസത്തിൽ അല്പമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മളെ നടത്തും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിന്നെ തോൽപ്പിക്കാൻ പല വിധത്തിൽ ശ്രമിക്കും, പക്ഷേ നീ തോക്കത്തില്ല. കുറിച്ചിട്ടോ, നീ തോക്കത്തില്ല. നിന്നെ തോൽപ്പിക്കാൻ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ, നിന്റെ സകല വിഷയത്തിലും നിന്നെ തോൽപ്പിക്കാൻ, അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ശത്രു വരും, പക്ഷെ നീ തോക്കത്തില്ല. ജയാളിയായ ഒരുവന്റെ കൃപ നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം, ദൈവത്തിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം, ദൈവത്തിൽ ആശ്രയിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം വിടുതലുണ്ടെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്താട്ട്. ദാവീദ് 3 മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ 3ാമത്തെ മരുഭൂമിയിൽ വെച്ച് എഴുതിയ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം, ദാവീദിന്റെ അനുഭവത്തിൽ ദാവീദ് പ്രാപിച്ച 3 അനുഭവങ്ങൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3ാമത്തെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രാപിച്ച 3 അനുഭവങ്ങൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1, 3-ാം വാക്യം, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. 1, ഇതിവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ദയയ്ക്ക് ജീവൻ കൊടുത്തു നിൽക്കത്തുള്ളൂ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എത്ര പേർ, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അത് മനസ്സിലായിട്ടുണ്ടോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ ജീവൻ കൊടുത്തു നിൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്നറിയാമോ? എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും, അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും.
നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മതനുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. അമ്മതനുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. കരയോളം ചുമക്കാമെന്നരുളിയോരേ, നിന്നോട് തുല്യനായി ആരുമില്ല. കരയോളം ചുമക്കാമെന്നരുളിയോരേ, നിന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നെ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നെ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആമേൻ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. അടുത്തതായിട്ട് ദാവീദ് മനസ്സിലാക്കിയ അടുത്ത സത്യം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 7-ാം വാക്യം, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. ഈ ദൈവം എനിക്ക് സഹായമായി തീർന്നു. അതിന്റെ ഗുണം എന്നറിയാമോ? അവന്റെ ദയ അതെന്റെ മേലുണ്ടായിരിക്കും. 3-ാമതെടുത്ത തീരുമാനം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മനസ്സിലാക്കിയത് ദൈവത്തിന് സ്തോത്രം. 8-ാം വാക്യം, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. പേടിക്കണ്ട കേട്ടോ. എങ്ങനെ പോയാലും ദൈവത്തിൻ്റെ വലങ്കൈ നിന്നെ താങ്ങാനുണ്ട്. ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാൽ മതി, താങ്ങാനുണ്ട്. ഒടുവിലത്തെ അവസാനത്തെ വാക്യം, എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. ദൈവനാമത്തെ മുറുകെ പിടിക്കുന്നവനെല്ലാം പുകഴും. അടുത്ത വാക്യം, എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും. ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. നിനക്ക് ദാവീദിനെ കുറിച്ച് അവന് ദൈവത്തിൽ രക്ഷയില്ലെന്ന് പറഞ്ഞു, വായടഞ്ഞു പോയി. ദാവീദ് അതാ പറഞ്ഞു. പ്രൈസ് ഗോഡ്. അവനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് ഇത് തരണം ചെയ്യത്തക്കവണ്ണം പകരുന്നൊരു ദൈവകൃപയുണ്ട്. ആ കൃപയാണ് നമ്മെ നടത്തുന്നത്. കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രൈസ് ഗോഡ്, തിരമാലകളും ഈശാനമൂലനും വന്നാലും നിനക്ക് ധൈര്യം തരുന്ന ഒരു കൃപയുണ്ട്. ആ കൃപയാണ് നമ്മളെ നടത്തുന്നത്. പ്രൈസ് ഗോഡ്. നിന്നെ ആരും കയ്യേറ്റം ചെയ്യത്ത് ദോഷം വരുത്തുകയില്ലെന്ന് പൗലോസിനോട് പറഞ്ഞ കൃപയാണ് നിന്റെ മക്കളെക്കുറിച്ച് പറയുന്നത്. അവരെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിന്റെ തലമുറയെക്കുറിച്ച് പേടിക്കണ്ട. നിന്റെ ജീവനെക്കുറിച്ച് പേടിക്കണ്ട. നിന്റെ വിഷയങ്ങളെക്കുറിച്ച് പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ദൈവം നടത്തി 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 അവസാനം ഞാൻ നിങ്ങൾ പറയണം, എന്ത് പറയണം? ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു,
വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതം സന്തോഷമുള്ള ജീവിതമാണ്, സമാധാനമുള്ള ജീവിതമാണ്, ഐശ്വര്യമുള്ള ജീവിതമാണ്, ഒടുവിൽ നീതിയുടെ കിരീടം പ്രാപിക്കുന്ന ജീവിതമാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഓട്ടം അതിനെന്ത് ചെയ്യണം? നല്ലപോർ പൊരുതണം. വിശ്വാസത്തിന് വേണ്ടി പൊരുതണം. പ്രൈസ് ഗോഡ്. കർത്താവിന് വേണ്ടി പൊരുതണം, സഭയ്ക്ക് വേണ്ടി പൊരുതണം. സഭയോട് സ്നേഹം കാണിക്കാത്ത ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല ദൈവമക്കളെ. സഭയുടെ ഉയർച്ചയും സഭയുടെ നന്മയുമായിരിക്കണം എൻ്റെ നന്മ. സഭ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെയ്ത്ത് സിറ്റി സഭയാണ് സഭ. ഇതിൻ്റെ നന്മയാണ് എൻ്റെ നന്മ, ഇതിൻ്റെ പുഷ്ടിയാണ് എൻ്റെ പുഷ്ടി. ഈ സഭയെ വളർത്താൻ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. കർത്താവ് വില കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു സഭ ഇവിടെ ഉണ്ടായത് കേട്ടോ. ഇത് ഞാനല്ല ചെലവിട്ടത്, യേശു തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയ്ക്ക് വേണ്ടി ഒരുക്കിയതാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത് എൻ്റേതല്ല, നമ്മുടേതാണ്. എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടായേ പറ്റൂ. സഭയുടെ അഭിവൃദ്ധി, സഭയുടെ ഐശ്വര്യം, അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും നമ്മുടെ നിന്ന് വരരുത്. സഭയ്ക്കുള്ളതെല്ലാം നമ്മുടേതാണ്. ഒരു കാരവൻ ഇത് എൻ്റേതാണെന്ന് എല്ലാവരും ധരിക്കണം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ആഴ്ചയിലും സുവിശേഷം കേൾക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു വാഹനമാണത്. അതിനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാക്സിമം നിങ്ങൾ അതിനകത്ത് സഹകരണം കാണിക്കണം. എനിക്കൊരു ബന്ധമില്ലെന്ന് ചിന്തിക്കല്ലേ. സമയം കിട്ടുമ്പോഴെല്ലാം കൂടെ പോകണം. പ്രൈസ് ഗോഡ്. അതിൻ്റെ കൂടെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ചായെങ്കിലും മേടിച്ച് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ധ്യാനകേന്ദ്രം സഭയുടേതാണ്, ശൈലേന്ദ്രൻ്റെ അല്ല, PRVയുടെ അല്ല, കുറച്ച് ടീച്ചേഴ്സിൻ്റെ അല്ല. ബൈബിൾ കോളേജ് സഭയുടേതാണ്, ദൈവത്തിൻ്റെതാണ്, ദൈവം തന്നതാണ്. അവിടുത്തെ പച്ചക്കറി കൃഷി വരെ ദൈവം തന്നതാണ്. പോത്തിനെ ദൈവം തന്നതാണ്, ആടിനെ ദൈവം തന്നതാണ്, കോഴിയെ ദൈവം തന്നതാണ്. ഇതിനൊക്കെ നമുക്ക് കണക്ക് കൊടുക്കണം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഭ പണിയാം. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഒത്തിരി ചെയ്യാനുണ്ട്. അതിന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ വലുതെന്ന് ഗണിക്കാം. പോഷ്ക്ക് പറയുന്നുള്ള വായ അടഞ്ഞു പോകും. നീ അനുഗ്രഹിക്കുന്നു. കണ്ണുകളടക്കാം, തലയുടെ വണക്കാം. ഇന്ന് രാത്രി കർത്താവേ, നിന്റെ നാമത്തെ പ്രതി ജീവൻ വിടുവാൻ ഞാൻ ഒരുക്കമാണ്. എന്തും ചെലവാക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തും ചെലവിടാൻ ഞാൻ ഒരുക്കമാണ്. നീ എന്നെ സഹായിച്ചാൽ കഴുതയുടെ പച്ച താടിയല് മതി എൻ്റെ എതിർപ്പുകളെ കൈകാര്യം ചെയ്യാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ആ കഴുതയുടെ താടിയല്ലെന്ന് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം ഉയർത്തിയാട്ട് നിൻ്റെ മുമ്പിൽ വഴികളെ തുറക്കുവാൻ, കയറ് പൊട്ടിക്കാൻ, ഒരു കഴുത താടിയിൽ കാണിച്ചു തരുവാൻ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ രാജാവാകും. നിനക്കുള്ള വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നീ രാജാവാകും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഭോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. നീ നശിക്കുമെന്ന് പറയുന്നവരുടെ വായ അടയും. നീ തകരുമെന്ന് പറയുന്നവരുടെ വായ അടയും. നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറയുന്നവരുടെ വായ അടയും. എങ്ങനെ? നിന്നെ ഗുണം പിടിപ്പിച്ചുകൊണ്ട് വായ അടയ്ക്കും. പ്രൈസ് ഗോഡ്. നിന്നെ ഉയർത്തിക്കൊണ്ട് വായ അടയ്ക്കും. നിന്നെ സഹായിച്ചുകൊണ്ട് ദൈവം വായ അടയ്ക്കും. ശത്രുവിൻ്റെ വായ യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവാൻ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കരങ്ങൾ ഉയർത്തി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ വായ അടയ്ക്കത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണമേ, അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.